ഒറ്റ ചോദ്യം, കെ സി വേണുഗോപാൽ, സതീശൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല, ആരോ വേണം മുഖ്യമന്ത്രി? അതെന്താ കെ സി വേണുഗോപാലിനും രമേശ് ചെന്നിത്തലക്കും യോഗ്യത ഇല്ലേ? അപ്പോൾ യോഗ്യതയുടെ കാര്യം അളന്നു കഴിഞ്ഞാൽ വി ഡി സതീശൻ ഒരുപടി മുന്നിലാണെന്ന് തോന്നുന്നു. എന്തേ? ഇവർക്ക് ആർക്കും ഇല്ലാത്ത കുറച്ച് ക്വാളിറ്റീസ് വി ഡി സതീശനുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് ഈ വായിച്ചറിവ് എന്ന് പറയുന്നതും കുറേ വലിയൊരു കാര്യം തന്നെയാണ്. നല്ല വായനയുള്ള മനുഷ്യനാണ് വി ഡി സതീശൻ. അതിൻ്റേതായിട്ടുള്ളൊരു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു രീതികളിലും ആ വായനയുടെ ഒരു ഗുണം കൂടി കാണാനുണ്ട്. പിന്നെ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിലും ഒരുപാട് ബാക്കിയുള്ളവരെക്കാളും ഒരുപടി മുന്നിൽ തന്നെയാണ് വി ഡി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിന് ബാക്കിയുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യേണ്ടി വരും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കെ സി വേണുഗോപാൽ, എന്തുകൊണ്ട് കെ സി വേണ്ട എന്ന് പറയണമെങ്കിൽ ആസാമിലും പശ്ചിമ ബംഗാളിലും ഈവൻ പോണ്ടിച്ചേരിയിൽ വരെ ബി ജെ പിക്ക് സുഖമായിട്ട് ജയിക്കാനുള്ള പാതി ഒരുക്കി കൊടുത്തത് കെ സി ആണെന്ന് പറഞ്ഞാലും തെറ്റില്ല. ഇപ്പോൾ ഇനിയിപ്പോൾ കേരള മുഖ്യമന്ത്രി കസേര മോഹിച്ച് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കേരളത്തിലും ബി ജെ പിക്ക് വേണ്ടിയിട്ട് വലിയൊരു വാതിൽ തുറന്നിട്ട് കൊടുക്കാനുള്ള ഒരു കീ ഹോളായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ബി ജെ പി 3 അക്കൗണ്ട് തുറന്നു. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ട് ഇരുന്നത് ഈ പറഞ്ഞ പോലെ വി ഡി സതീശൻ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ബാക്കി സംസ്ഥാനങ്ങളിൽ ബി ജെ പി പിടിച്ചു എന്നുണ്ടെങ്കിൽ ഇവിടെ 3 കോൺസ്റ്റിറ്റ്യുവൻസി അല്ലെങ്കിൽ 3 നിയോജകമണ്ഡലങ്ങൾ ബി ജെ പി പിടിച്ചു എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഉത്തരവാദിത്തം കെ സി കാണുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവിടുത്തെ ഉത്തരവാദിത്തം സതീശൻ ഏറ്റെടുത്തുകൂടാ? സതീശൻ ഏറ്റെടുത്തുകൂടാന്ന് ചോദിച്ചാൽ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ഒരു ഇലക്ഷന് മുന്നോടിയായിട്ട് 100+ സീറ്റുകളിൽ UDF അധികാരത്തിൽ വരുമെന്ന് നെഞ്ചുറപ്പോടെ പറയാൻ കെ സി വേണുഗോപാലിന് പറ്റിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു നേതാവിന് ഏതെങ്കിലും ഒരു കാലത്ത് പറ്റിയിട്ടുണ്ടോ? ഈ സംഘടന ഇങ്ങനെ ചലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കെ സി വേണുഗോപാൽ തന്നെയാണ്. കെ സി വേണുഗോപാലിന്റെ ചലനം വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാമേ. കെ സി ചുമതല ഉണ്ടായിരുന്ന 2022 കാലത്ത്, സംഘടനയുടെ ചുമതല ഉണ്ടായിരുന്ന ഒരു കാലത്ത് കെ സിയുടെ ചലനങ്ങളാണ് 5 സംസ്ഥാനങ്ങളാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോയത്. നമ്മുടെ കയ്യിൽ നിന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പോയത്. ഉത്തർപ്രദേശിൽ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഉത്തർപ്രദേശ്, പാടെ പോയി. അടുത്തത് പഞ്ചാബിൽ, കോൺഗ്രസിന് ആ സമയത്ത് അധികാരത്തിലുണ്ടായിരുന്ന പഞ്ചാബ് പോയതും ഈ പറയുന്ന ചലിപ്പിച്ച കെ സി വേണുഗോപാലിന് സംഘടനയുടെ അധികാരം ഉണ്ടായിരുന്ന സമയത്താണ്. ഗോവ പോയി. ഗോവ ഒരു സർക്കാർ രൂപീകരിക്കാൻ പോലും കഴിയാണ്ട് ഗോവ കയ്യിൽ നിന്ന് പോയി. ഉത്തരാഖണ്ഡ് പോയി, മണിപ്പൂർ പോയി. അവിടുത്തെ അവിടുത്തെ പൊളിറ്റിക്സ് എൻറ്റയർലി ഡിഫറെന്റ്. നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കുറച്ച് സൗത്തിലോട്ട് വരുമ്പോൾ കുറച്ച് ദ്രവീഡിയൻ കൾച്ചറാണ്. അവിടെ അങ്ങോട്ട് പോകുമ്പോൾ ആര്യൻ കൾച്ചറാണ്. ഈ പറഞ്ഞ പോലെ കുറച്ച് ഹിന്ദുത്വ സാധനം നടക്കുന്ന സ്ഥലങ്ങളാണ് അവിടേക്ക്. ഇപ്പോൾ വെസ്റ്റ് ബംഗാളായാലും പല സ്ഥലങ്ങളിലായാലും. അപ്പോൾ ആ ഒരു ഈ സിറ്റുവേഷൻ തമ്മിൽ എങ്ങനെയാണ് ഇത് കൂടി? വെസ്റ്റ് ബംഗാളിന്റെ ഒക്കെ കാര്യം പറഞ്ഞാലും ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ നിലവിൽ അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് കയ്യിൽ നിന്ന് പോയതെന്ന് ഓർക്കണം. ഒരുപാട് ചാൻസ് ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് പോയി എന്ന് പറയില്ല, അതുപോലെ പോയ സ്ഥലങ്ങളാണ് ഈ 5 എണ്ണം. അതിൽ 1-2 എക്സെപ്ഷണൽ കേസ് എടുത്താൽ പോലും ബാക്കിയുള്ളതൊക്കെ പോയത് നല്ല വൃത്തിയായിട്ട് തന്നെ അത് പോയത്. അല്ലാണ്ട് ഭയങ്കരമായിട്ട് ഈ പറയുന്നത് പോലെ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഭയങ്കര ആധിപത്യം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പോയതല്ല. കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം വരെ കയ്യിൽ നിന്ന് പോയത് ഈ പറയുന്ന വേണുഗോപാലിന്റെ സംഘടനാ പാടവത്തിന്റെ ഒരു മികച്ച ഉദാഹരണമായിട്ടേ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ വി ഡി സതീശൻ ഈ ഒരു 5 വർഷം ശരിക്കും കോൺഗ്രസിൻ്റെ ഒരു 4 കാലയളവ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു 4 ഘട്ടമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഉമ്മൻചാണ്ടി കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ കോൺഗ്രസ് അങ്ങേയറ്റം അധപ്പതിച്ച് താഴെ ഒരു കരകയറ്റം ഉണ്ടാവില്ല എന്ന് കരുതിയ ഒരു സമയത്ത്, ആ സമയത്താണ് ഈ പറയുന്ന ഒരു റെസിസ്റ്റൻസ് ഒരു വലിയൊരു പവറായിട്ട് വി ഡി സതീശൻ്റെ കയ്യിലേക്ക് ഈ സാധനം കിട്ടുമ്പോൾ കരുത്തരായിട്ടുള്ള ഒരുപാട് എതിരാളികൾക്കിടയിലേക്കാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരു കസേരയിലേക്ക് ധൈര്യപൂർവ്വം അദ്ദേഹം കയറി ചെല്ലുന്നത്. അവിടെ മുതൽ ഇങ്ങോട്ടേക്ക് പ്രതിപക്ഷം എന്നുള്ളൊരു സാധനം ഉണ്ട് എന്നുള്ളൊരു വോയിസ് അല്ല, പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം ഉയർന്നു കേൾക്കാൻ തുടങ്ങിയത് വി ഡി സതീശൻ ഇരുന്ന ഒരു 5 വർഷക്കാലം തന്നെയാണ്. തിരിച്ചൊന്ന് പ്രതിരോധിക്കാൻ പോലും കൃത്യമായിട്ടുള്ള ന്യായീകരണങ്ങൾ ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് ഇത്രയും പ്രതിരോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അണികൾക്ക് ആത്മവിശ്വാസം കൊടുത്തോണ്ട് ഈ അവസാന സമയത്ത് 100+ സീറ്റിൽ അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും എന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ആ ഒരു സാധനം മാത്രം മതി വി ഡി എന്തുകൊണ്ട് വി ഡി എന്നുള്ളത് പറയാനായിട്ട്. ഇപ്പോൾ തൊപ്പിയിട്ടിരിക്കുന്ന സമയത്ത് ആ തോൽവി, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ 96 ഇലക്ഷൻ പരാജയപ്പെട്ടപ്പോഴും ഈ പറഞ്ഞതുപോലെ VS അച്യുതാനന്ദൻ അന്ന് രാത്രി തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു, അണികളോട് പറഞ്ഞു പരിശോധിക്കും, ആത്മപരിശോധന നടത്തി നമ്മൾ തിരിച്ചു വരും, ശക്തമായ പ്രതിപക്ഷമായി തന്നെ നമ്മളുണ്ടാകും, കുതിരക്കച്ചവടത്തിന് ഒരിക്കലും ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കാണിച്ച ഒരു ആർജവമാണ്
പിന്നീട് LDFന്റെ സഖാക്കൾക്ക് കിട്ടിയ ഒരു പ്രചോദനവും തിരിച്ചവർക്ക് വരാനുണ്ടായിരുന്ന എല്ലാവിധ ഇതും കൊടുത്തത് VS അച്യുതാനന്ദൻ്റെ ആ വാക്കുകൾ തന്നെയായിരിക്കണം. പക്ഷേ അങ്ങനെ ഒരു വാക്ക് കൊടുക്കാനോ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നൊന്ന് പഠിക്കാമെന്ന് പറയാനോ അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷ കൊടുക്കാനോ പോലും ഇപ്പം ഇരിക്കുന്ന പിണറായി വിജയന് പറ്റിയിട്ടില്ല. അന്നത്തെ ദിവസം മുങ്ങിയ ആ മനുഷ്യന് പിന്നെ കണ്ണൂർ അന്ന് വൈകുന്നേരം കണ്ണൂർ ഇത് പ്രസ് റിലീസ് നടത്തുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇലക്ഷൻ ദിവസം രാവിലെ പോലും അണികളോട് പറഞ്ഞിരുന്നത്. പക്ഷെ വലിയൊരു തോൽവി ഉണ്ടായി കഴിഞ്ഞപ്പോൾ മിണ്ടാണ്ട് മാളത്തിൽ വിളിക്കാനേ പിണറായി വിജയന് പറ്റിയുള്ളൂ. പക്ഷെ അന്ന് ധൈര്യം കൊടുക്കേണ്ടിയിരുന്നിടത്ത് ധൈര്യം കൊടുത്ത് ഒന്നും അല്ലാണ്ടിരുന്ന കോൺഗ്രസ്സിന് VD സതീശൻ എന്ന് പറയുന്ന ഒരാൾ കൊടുത്ത ധൈര്യവും ഇപ്പോൾ VD സതീശൻ്റെ ഒരു കാര്യം മാത്രമായിട്ട് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ 100+ സീറ്റുകളെന്ന് ഉറപ്പിച്ച് പറഞ്ഞപ്പോഴും ഒരുപാട് പേര് കളിയാക്കി. പ്രവചനങ്ങൾ അത് നടക്കില്ല എന്ന് പറഞ്ഞവർ ഒരുപാടുണ്ട്. പക്ഷെ സതീശൻ ഇതിനു മുൻപ് നടത്തിയ പ്രവചനങ്ങളും അതായത് ഈ 5 വർഷ കാലയളവിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് കയറിയിട്ടുള്ള ആ കാലയളവിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള എല്ലാ കണക്ക് കൂട്ടലുകളും കൃത്യമായിട്ട് തന്നെ വന്നു. ഓരോ തെരഞ്ഞെടുപ്പിലും ഒരു തെരഞ്ഞെടുപ്പിൽ പോലും പിന്നോട്ട് പോകേണ്ടി വന്നിട്ടില്ല കോൺഗ്രസ്സിന്. ഇവിടെ തൃക്കാക്കര നടന്നപ്പോഴാണെങ്കിലും അദ്ദേഹം പറഞ്ഞ ഭൂരിപക്ഷം അതുപോലെ തന്നെയായിരുന്നു വന്നത്. ഇപ്പോൾ ചാണ്ടിയുമ്മൻ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ബൈ ഇലക്ഷൻ നടന്ന ആ ഒരു ടൈമിലാണെങ്കിലും അദ്ദേഹം പറഞ്ഞു ഉമ്മൻചാണ്ടിയേക്കാൾ കൂടുതൽ കൃത്യമായ പ്രവചനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ. അത് പഠിച്ച് പറയാൻ പറ്റുന്നൊരു കഴിവ് നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞു ഉമ്മൻചാണ്ടിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വരും എന്ന് പറഞ്ഞു. 33,000 ഉമ്മൻചാണ്ടിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. ചാണ്ടിയുമ്മൻ വന്നപ്പോൾ അത് 37ആയി. ആ പ്രവചനം അച്ചട്ടായി. ഒരു പണിക്കര് കബഡി നിരത്തി പറയുന്നതിനേക്കാളും അച്ചട്ടായിട്ട് പ്രവചിക്കാൻ പറ്റുന്ന ആൾ അല്ലെങ്കിൽ ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരാൾ എന്ന് തന്നെ VD സതീശനെ നമുക്ക് പറയാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. ഇത് മാത്രമല്ല, ഇതൊക്കെ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. നിലമ്പൂർ ഒഴിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ച സ്ഥലമായിരുന്നു. അവിടെയാണ് ബൈ ഇലക്ഷൻ നടന്നത്, ജയിച്ചത്. തൃക്കാക്കര ഉമാ തോമസിന്റെ ഭർത്താവ് മരിച്ചതിന് ബൈ ഇലക്ഷനിലായിരുന്നു. അവിടെയും സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ സീറ്റായിരുന്നു. നിലമ്പൂര് അവിടെ മാത്രം ചെറിയ വ്യത്യാസം. PV അൻവർ ആയിരുന്നു. അൻവർ അവിടുന്ന് രാജിവെക്കുന്നു. ആര്യാടൻ ഷൗക്കത്ത് നിൽക്കുന്നു. അപ്പം അതും കോൺഗ്രസിന്റെ സീറ്റ് നമുക്ക് പറയാം. ഈ നിലമ്പൂര് അൻവർ ആയിരുന്നു. ജയിക്കുന്നല്ല പറഞ്ഞത്, ഇത്രേ ഉള്ളൂ. അതൊക്കെ സിറ്റിംഗ് സീറ്റാണ്. സിറ്റിംഗ് സീറ്റിൽ ജയിക്കും എന്ന് പറയാൻ ആർക്കും പറ്റും. ഭൂരിപക്ഷം ഉൾപ്പെടെ പ്രവചിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്നീ പറഞ്ഞ പോലെ അതിലൊരു സഹതാപ തരംഗം കൂടി. ഇത് ജനങ്ങളുടെ മനസ്സിന്റെ പൾസ് അറിഞ്ഞിട്ട് മാത്രം ഒരു നേതാവിന് പറയാൻ പറ്റുന്ന കാര്യമാണ്. അല്ലാണ്ട് സഹതാപ തരംഗത്തിൽ ജയിക്കുമെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഇത്രയും ഭൂരിപക്ഷത്തിൽ ഇത്രയും കൃത്യമായ കണക്കുകൾ പറയാനായിട്ട് ഈ മാധ്യമങ്ങളൊക്കെ എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് കണക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു കണക്ക് പറയാൻ VD സതീശനെ പോലൊരു നേതാവിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജനമനസ്സുകൾ അറിയുന്നത് കൊണ്ടാണ്, ജനങ്ങളുടെ പൾസ് അറിയാവുന്ന നേതാവായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോ ഇത്രയും 102 ഈ ബാക്കിയെല്ലാം വിട്, ഈ സിറ്റിംഗ് സീറ്റുകളിൽ ജയിക്കുന്നു എന്നുള്ളത്. ഇപ്രാവശ്യത്തെ ഈ ഒരു തരംഗത്തിൽ 102 സീറ്റ് അതെന്ന് വെച്ചാൽ 100+ സീറ്റുകൾ ലഭിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടെങ്കിൽ കൃത്യമായ പഠനം ഇല്ലാണ്ടാണോ പറഞ്ഞിട്ടുണ്ടാവുക? 100+ സീറ്റുകൾ കിട്ടും, അധികാരത്തിൽ വന്നില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ അൻവർക്ക നടത്തുന്ന പോലത്തെ പന്തയങ്ങളും അതുപോലത്തെ വാക്കുകളും അല്ല VD സതീശൻ പറഞ്ഞിട്ടുള്ളത്. അൻവർക്ക കഴിഞ്ഞ തവണയും പറഞ്ഞായിരുന്നു, ഇപ്രാവശ്യം പറഞ്ഞത് മുട്ടയടിച്ച് കമ്മലിട്ട് നടക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പം അദ്ദേഹം പറയുന്നത് പോലെയുള്ള വെറും ഒരു പന്തയം വെപ്പല്ല VD സതീശൻ നടത്തിയിട്ടുള്ളത്. VD സതീശൻ്റെ പന്തയങ്ങൾ അല്ലെങ്കിൽ VD സതീശൻ്റെ വാക്കുകൾ അത്രയും കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ട് പഠിച്ചിട്ടാണ്. ഇത് ഈ ഇലക്ഷൻ ചൂടൊക്കെ വരണതിന് മുന്നേ തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യമാണിത്. 100+ സീറ്റുകളിൽ തന്നെ അധികാരത്തിൽ വരും. അത് അത്രയും ചങ്കുറപ്പോട് കൂടി വെല്ലുവിളിച്ചുകൊണ്ട് പറയണമെന്നുണ്ടെങ്കിൽ അത്രയും ഗ്രൗണ്ട് ലെവൽ വർക്ക് അദ്ദേഹം നടത്തിയിട്ടുള്ളത് കൊണ്ടാണ്. പ്രതിപക്ഷ നേതാവായിട്ട് വെറുതെ ഇരുന്നിട്ട് കളിച്ചതല്ല. എല്ലാ മണ്ഡലത്തിലും ഇറങ്ങിച്ചെന്ന് ഓരോ ആൾക്കാരുടെയും മനസ്സറിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ ഉറപ്പിൽ തന്നെയാണ് അദ്ദേഹത്തിന് അത് പറയാൻ പറ്റിയിട്ടുള്ളത് 100+ സീറ്റ് എന്നുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് അപ്പോൾ രമേശ് ചെന്നിത്തല കാര്യം വരുമ്പോൾ മാത്രം ഈ ഒരു വിയോജിപ്പ് സ്റ്റിൽ കീപ്പ് ചെയ്യുന്നത്? രമേശ് ചെന്നിത്തലയാണെങ്കിലും അദ്ദേഹത്തിനും ആദ്യത്തെ 5 വർഷം കിട്ടിയതല്ലായിരുന്നു പ്രതിപക്ഷ നേതാവായിട്ട്. അദ്ദേഹം മോശമാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. രമേശ് ചെന്നിത്തല അദ്ദേഹം ഓരോ കാര്യങ്ങളും തെളിവ് സഹിതം കൊണ്ടുവന്നതാണെങ്കിലും കരുണ അങ്ങനെ ഒരുപാട് മുഖ്യമന്ത്രിക്കെതിരെയുള്ള മകൾക്കെതിരെയുള്ളതൊക്കെ കൊണ്ടുവന്ന സമയത്ത് സ്പ്രിംഗ്ലർ വിവാദങ്ങളൊക്കെ കൊണ്ടുവന്ന ടൈമിൽ അദ്ദേഹം കൃത്യമായിട്ടും തെളിവുകൾ നിരത്തി തന്നെയാണ് പ്രതിരോധിച്ചിട്ടുള്ളത്. പക്ഷെ VD സതീശൻ്റെ ശബ്ദം കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിരുന്നു. ഈ ഒരു രമേശ് ചെന്നിത്തലക്ക് കിട്ടിയ സമയത്തും അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ തിളങ്ങിയിട്ടുണ്ടെങ്കിലും ആ സമയത്ത് അദ്ദേഹത്തിനും ഒരു ടേം ഉണ്ടായിരുന്നു, കോൺഗ്രസിന് അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലല്ലോ. പണിയെടുത്ത് അധികാരത്തിലേക്ക് കൊണ്ടുവന്നത് സതീശനാണ്. അപ്പോൾ ഗാലറിയിൽ ഇറങ്ങി കളിച്ച ഒരാൾ, ഇത്രയും കളിച്ച ഒരാളെ മാറ്റി നിർത്തിയിട്ട് കളി കഴിയുമ്പോൾ അടുത്ത ആൾ വന്ന് കയറുന്നതിനോട് അത് ശരിക്കും നെറുകേടാണ്. അതിനപ്പുറത്തേക്ക് അതിനൊരു വാക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ രമേശ് ചെന്നിത്തല മോശമായിട്ടോ KC വേണുഗോപാൽ മോശമായിട്ടോ ഒന്നുമല്ല. പക്ഷെ
ചെന്നിത്തലയ്ക്കും സമയമുണ്ടായിരുന്നു. ആ സമയത്ത് ചെന്നിത്തല അധികാരത്തിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ചെന്നിത്തല തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരണം എന്ന് ഇതേപോലെ തന്നെ നമ്മൾ പറഞ്ഞേനെ. പക്ഷേ ഇപ്പോൾ ആ 5 വർഷത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ ടൈമിൽ അദ്ദേഹത്തിന് അത് സാധിച്ചില്ല. എന്തുകൊണ്ടോ സാധിച്ചില്ല. വി ഡി സതീശൻ്റെ ടൈമിൽ വി ഡി സതീശൻ അത് സാധിച്ചെടുത്തു. അപ്പം അങ്ങനെ സാധിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പിണറായിയുടെ പങ്കൊന്നും ചെറുതായിട്ടൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. പിണറായി വിജയൻ നല്ല പണിയെടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇമാതിരി വെറുപ്പിക്കലും ജനങ്ങളെ വെറുപ്പിച്ചതുകൊണ്ട് മാത്രമാണ് വി ഡി സതീശൻ്റെ വേ കുറച്ചും കൂടി ക്ലിയർ ആയി കിട്ടിയത്. അപ്പോൾ പിണറായിയുടെ ഒരു ധാർഷ്ട്യം അതിൽ ഭാഗമായിട്ടുണ്ട്. എന്താണെങ്കിലും വി ഡി സതീശൻ പണിയെടുത്ത ഈ ഒരു 5 വർഷ കാലയളവിൽ കിട്ടിയ ഇത്രയും വലിയൊരു വിജയത്തിൽ അദ്ദേഹത്തിനല്ലാണ്ട് വേറെ ആർക്കാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ വേറെ ആരധികാരം പറഞ്ഞു വന്നാലും ജനങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യില്ല. ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കോൺഗ്രസ് നേതൃത്വം കുറേ പാടുപെടേണ്ടി വരും. വി ഡി അല്ലാണ്ട് മറ്റൊരാൾ വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ കെ സി വരുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. കെ സി വേണുഗോപാൽ വരണമെങ്കിൽ ഇനിയിപ്പോൾ എന്താ നടക്കാൻ പോണത്? ഇപ്പോൾ സുധാകരനെ മാറ്റി കഴിഞ്ഞപ്പോൾ സുധാകരനെ മത്സരിക്കാൻ ഇടം കൊടുക്കാണ്ടിരുന്നപ്പോൾ പറഞ്ഞൊരു റീസൺ എന്ന് പറയുന്നത് എം പിമാർ മത്സരിക്കണ്ട എന്നുള്ളതാണ്. എം പിമാർ മത്സരിച്ചില്ല, സുധാകരൻ മാറി, വേണുഗോപാലും എം പി ആയിരുന്നു, വേണുഗോപാലും മാറി. എന്നിട്ടിപ്പോൾ വേണുഗോപാൽ മുഖ്യമന്ത്രിയാവാൻ വരുന്നു. അതെ, അത് ഇവിടുത്തെ ന്യായമാണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പം അദ്ദേഹം വരികയാണെന്നുണ്ടെങ്കിൽ ഇനിയും ബൈ ഇലക്ഷൻ നടത്തേണ്ടി വരും. ഇലക്ഷൻ നടത്തി ജനങ്ങളെ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? നമുക്ക് ഇലക്ഷൻ മടുത്തു ശരിക്കും. ഈ അടുത്തടുത്ത് ഓരോ നേതാക്കന്മാരും മരണപ്പെടുമ്പോഴും മരണത്തെ ഇതാക്കി കാണുകയല്ല, പക്ഷെ ആ ഒരു പ്രായപരിധിയും എല്ലാം കൊണ്ടും നോക്കണമെന്ന് വിചാരിക്കുന്നത് അതുകൊണ്ടാണ്. വെച്ചാൽ അപ്പോൾ ഈ ഇലക്ഷൻ എന്ന് പറഞ്ഞ ജനങ്ങളെ മൊത്തം ബുദ്ധിമുട്ടിച്ച് പോളിംഗ് ബൂത്തിൽ കുറേ ഉദ്യോഗസ്ഥർക്ക് അതിനുള്ള കാശും കൊടുത്ത് ആളുകളുടെ പണിയും കളഞ്ഞ് എന്തിനാണ് ഇതൊക്കെ? എന്തിനാണ് ഈ അധിക ചെലവുണ്ടാക്കുന്നത്? ഇപ്പോൾ മത്സരിച്ച് കളിച്ച് ജയിച്ചവനൊരുത്തൻ അവിടെ നിൽക്കുന്നുണ്ടല്ലോ, അയാൾക്ക് ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം അയാൾക്ക് കൊടുക്കാണ്ട് വേറെ പേരുകൾ ഇവിടെ ചർച്ചയിൽ വരുന്നത് പോലും എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഇനി അടുത്തൊരു ബൈ ഇലക്ഷനൊക്കെ കൊണ്ടുവന്ന് ഇലക്ഷൻ അവിടെ ഇവിടെ അത് ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനായിട്ട് ഇനി അടുത്ത വഴി ഒരുക്കി കൊടുക്കൽ തന്നെയായിരിക്കും. ആസാമിലും പശ്ചിമ ബംഗാളിലും പോണ്ടിച്ചേരിയിലും ബി ജെ പിക്ക് അധികാരം കൊടുത്ത പോലെ തന്നെ കെ സി ആണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ ആലപ്പുഴയിൽ അല്ലെങ്കിൽ എം പി സ്ഥാനത്തേക്ക് അടുത്ത മത്സരം വരും. അവിടെ ശോഭാ സുരേന്ദ്രൻ തൂക്കും. അപ്പോൾ ബി ജെ പിക്ക് കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആവാൻ പറ്റും. അപ്പോൾ അടുത്ത 5 വർഷം കൊണ്ട് കോൺഗ്രസിൻ്റെ കാര്യം ഏതാണ്ടൊക്കെ തീരുമാനമാവും. ഇതൊക്കെ തന്നെയാണ് നടക്കാൻ പോണേന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ എന്തിനാണ് ഇങ്ങനെ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി കൂടെയെന്നൊന്നും അറിയില്ല. എന്തായാലും എൻ്റെ മനസ്സിൽ മുഖ്യമന്ത്രി വേറെ ആര് വന്നാലും എൻ്റെ മുഖ്യമന്ത്രി വി ഡി സതീശനായിരിക്കും.